അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. കേളു പൊന്മലേരിയുടെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. ഈ കേളു പൊന്മലേരിയുടെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാര്യ പഞ്ചായത്ത് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പുലർച്ചെ സാധാരണ രീതിയിലൊരു വീഡിയോ കോളൊക്കെ വരുന്നത് പതിവാണ്. ആ വീഡിയോ കോൾ വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ച ശേഷമാണ് ഓഫീസിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ എന്നും വരാറുള്ള കോളുകൾ വരാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആന്തലുണ്ടാവും. ആ ആളൽ അത് ഒരു വലിയ ദുരന്തത്തിൻ്റെ സൂചനയാണെന്ന് ഉച്ചയോടുകൂടിയാണ് കേളുവിൻ്റെ ഭാര്യ അറിഞ്ഞത്. ഭാര്യയും മക്കളും ഇപ്പോൾ വീട്ടിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, പതിവായി വരാറുള്ള ആ കോള് വരാതിരുന്നു. അപ്പോൾ തന്നെ കേളുവിൻ്റെ ഭാര്യയ്ക്ക് ഒരു സംശയമുണ്ടായതാണ്. പക്ഷേ സഹപ്രവർത്തകരെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ആ ആശ്വാസത്തിന് അധിക സമയം ആയുസ്സുണ്ടായിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ, ആ കോള് ഇതുവരെയും തേടിയെത്താത്തതിലുള്ള മനോവിഷമം, ഇപ്പോഴും ഇങ്ങനെയൊരു മരണം സംഭവിച്ചു എന്ന കാര്യം ആ കുടുംബത്തിന് താങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ കുടുംബം വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വലിയ ദുഃഖാർത്ഥമായ അവസ്ഥയിൽ. ഞാൻ നേരിട്ട് സ്ത്രീയോട് സംസാരിച്ചു. പക്ഷേ വലിയ തോതിലുള്ള പ്രയാസമാണ് ആ കുടുംബം അനുഭവിക്കുന്നതെന്ന് അവരുടെ ഇടറിയ വാക്കുകളിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയിൽ അവരിയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പതിവായി രാവിലെ ജോലിക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ വിളിക്കാറുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ളൊരു കോൾ വന്നില്ല. അപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ളതായുള്ള ഒരു സൂചന അവർക്ക് തോന്നിയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് സാധാരണ രീതിയിൽ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടോ ആയിരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആശ്വാസമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള വാർത്തകൾ വലിയ തോതിൽ ഈ പറയുന്ന ഈ കേളുവിൻ്റെ ഭാര്യ മണി ശ്രദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഇതിനകത്ത് കൂടുതൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മറ്റു സുഹൃത്തുക്കളെ, ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന, ഇവിടെ തന്നെ നേരത്തെ തന്നെ അരുൺകുമാർ സൂചിപ്പിച്ചു, നളിനാക്ഷൻ, ഇവിടെ ഈ കേളുവിൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശത്താണ് ഈ നളിനാക്ഷൻ താമസിക്കുന്നത്. നളിനാക്ഷൻ ഇപ്പോൾ നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. നളിനാക്ഷനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും നളിനാക്ഷനുമായി സംസാരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ പല ആൾക്കാരെയും ബന്ധപ്പെട്ടു. പക്ഷേ അത്തരത്തിൽ ആരെയും ബന്ധപ്പെടാൻ കഴിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇവരിലേക്ക് എത്തുന്നത്. ഒട്ടും താങ്ങാൻ വേണ്ടി ആ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു വാക്കുകൾ കൊണ്ട് എത്രമാത്രം പറയാൻ വേണ്ടി കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നേരിട്ട് കാണുമ്പോൾ കണ്ണ് നിറയാതെ ആ കാഴ്ചകളൊന്നും കണ്ടിരിക്കാൻ വേണ്ടി പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് ഉള്ളത്. അർജുൻ, കേളുവിലെ മക്കൾ ഒരാൾ പുറത്താണല്ലേ, പൂനെയിലോ മറ്റോ ആണെന്ന് കേട്ടു അല്ലേ? അതെ, 2 മക്കളാണുള്ളത്. 2 ആൺമക്കളാണ്. ഒരാൾ പൂനെയിൽ ജോലി ചെയ്യുകയാണ്, മറ്റൊരാൾ പഠിക്കുകയാണ്. പൂനെയിൽ നിന്ന് ജോലിയിൽ നിന്ന് അവരിങ്ങോട്ട് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവരും പൂർണ്ണമായി ഈ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ശുഭവാർത്തകൾ തേടിയെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ചെറുകണികയുടെ പ്രതീക്ഷ എങ്കിലും ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസമാണ് ആ കുടുംബത്തിലുള്ളത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകൾക്കും എതിരായി പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷമാണ്.